സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെ അവഹേളിച്ച് പ്രസംഗിച്ച സംഭവത്തിൽ പാസ്റ്റർക്കെതിരെ പരാതി നൽകി വിശ്വ ഹിന്ദു പരിഷത്ത്. ഹൈറേഞ്ച് ഗോസ്പൽ മിഷൻ ഇടുക്കി അണക്കരയിൽ നടത്തിയ യോഗത്തിലായിരുന്നു പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം വിവാദ പ്രസംഗം നടത്തിയത്. മന്നത്ത് പത്മനാഭന്റെ ജീവിതം സിനിമയാക്കിയാൽ എ സർട്ടിഫിക്കറ്റ് തികയില്ലെന്നായിരുന്നു പാസ്റ്ററുടെ വാക്കുകൾ. മന്നത്ത് പത്മനാഭന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും നടത്തിയിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ധർമ്മപ്രസാർ ഇടുക്കി വിഭാഗ് പ്രമുഖ് KN രാജേന്ദ്രനാണ് കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. നിങ്ങൾ അറിയണ്ടേ, അയ്യങ്കാളുടെ ചരിത്രം സിനിമയായിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം സിനിമയായിട്ടുണ്ട്. എന്തുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം ഒരു സിനിമയാക്കി കൂടാ? ഇത്രയും വലിയ സിനിമാ സംവിധാനങ്ങളൊക്കെ ഭരിക്കുന്ന മാടമ്പിമാരെന്ന് ചിന്തിച്ച് എന്താണെന്നറിയണ്ടേ, ഇതിനെ എ സർട്ടിഫിക്കറ്റ് തികയില്ല, അതുപോലെ കിടക്കും. എന്താന്ന് അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്. പെട്ടെന്നൊന്ന് സെൻസർ ബോർഡ് കൃത്യമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ സിനിമയാക്കാൻ പറ്റൂലെന്ന്. അതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. അന്നനുഭവിച്ച ദുരന്തങ്ങളും ദുരിതങ്ങളും നിമിത്തം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു പ്രയോഗം, എടുത്തെറിയടാ കിണ്ടി. എന്താ അതിന്റെ അർത്ഥം എന്നറിയണ്ടേ? അദ്ദേഹത്തിന്റെ പിതാവ് വാകത്താനത്തിലെ ഈശ്വരൻ നമ്പൂതിരി എന്നറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ഒരു നായർ സ്ത്രീയായിരുന്നു. സാക്ഷാൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവ് അങ്ങനെ ജനിച്ചു വളർന്നെങ്കിൽ കുഴപ്പമുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടിക്ക് അപ്പനുമായി യാതൊരു ബന്ധവുമില്ല, അപ്പന്റെ പൈതൃകമൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിൻ, അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു പരാമർശമാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം നടത്തിയിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ സമുദായ ആചാര്യൻ എന്ന് നമുക്ക് ഉയർത്തിക്കാട്ടുന്ന മന്നത്ത് പത്മനാഭനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന, അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒരു സമുദായത്തെ അല്ലെങ്കിൽ സാമുദായിക ആചാരനെ പൂർണ്ണമായും അവഹേളിക്കുന്ന തരത്തിലാണ് ഈ പാസ്റ്ററായിട്ടുള്ള ആൾ ഈ ഒരു പരാമർശം എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ഈ അണക്കരയിൽ ആണ് ഈ ഒരു പ്രസംഗം, അതായത് ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു ഈ ഗോസ്പൽ മിഷൻ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഇടുക്കി ജില്ലയിലെ അണക്കരയിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഇയാൾ ഈ മന്നത്ത് പത്മനാഭനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത് ഈ സാമുദായിക ആചാര്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളുടെ എല്ലാം ജീവചരിത്രം സിനിമയാക്കുന്നുണ്ട്, എന്തുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം സിനിമയാക്കുന്നില്ല എന്നൊരു ചോദ്യം മുമ്പോട്ട് വച്ചതിന് ശേഷമാണ് ഈ ഒരു അധിക്ഷേപ പരാമർശം എല്ലാം തന്നെ അയാൾ നടത്തുന്നത്. പ്രധാനമായും ഇയാൾ പറഞ്ഞു വെക്കുന്നത് മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം സിനിമയാക്കിയാൽ അതിന് എ സർട്ടിഫിക്കറ്റ് തികയില്ല എന്നുള്ള ഒരു പരാമർശമാണ് ആദ്യം അദ്ദേഹം നടത്തുന്നത്. അത്തരം സംഭവങ്ങൾ ഈ മന്നത്ത് പത്മനാഭന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നാൽ സെൻസർ ബോർഡിന് ഇതൊരിക്കലും സിനിമയാക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരാളാണ് മന്നത്ത് പത്മനാഭൻ എന്ന് അയാൾ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ഈ മന്നത്ത് പത്മനാഭന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ചരിത്രത്തെയും എല്ലാം തന്നെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയും ഇയാൾ നടത്തുകയുണ്ടായി, ഈ പാസ്റ്റർ നടത്തുകയുണ്ടായി. പ്രധാനമായും അയാൾ പറഞ്ഞു വെക്കുന്നത് മന്നത്ത് പത്മനാഭന് അച്ഛൻ ഒരു ബ്രാഹ്മണനാണ്, അമ്പ ഒരു നായർ സ്ത്രീയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഈ അച്ഛനുമായി യാതൊരു ബന്ധവും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ മന്നത്ത് പത്മനാഭന് വാലറ്റത്ത് പക്കാൻ ഒരു പേരില്ല എന്നുള്ള ഒരു പരാമർശത്തോടു കൂടിയാണ് ഈ ഒരു മന്നത്ത് പത്മനാഭനെതിരെ ഒരു അധിക്ഷേപ പരാമർശം ഇയാൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രസംഗം നടത്തിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിരന്തരം ഇയാൾക്ക് സ്വന്തമായ ഒരു ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും എല്ലാം തന്നെയുണ്ട്. ഇത്തരത്തിൽ ഈ യൂട്യൂബ് ചാനൽ വഴി എല്ലാം തന്നെ നിരന്തരം ഇത്തരത്തിൽ ഹൈന്ദവർക്കെതിരെയും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾക്കെതിരെയും ഇത്തരത്തിൽ സാമൂഹിക ആചാര്യന്മാർക്കെതിരെയും ആചാരങ്ങൾക്കെതിരെയും എല്ലാം നിരന്തരം വിമർശനങ്ങൾ നടത്തുകയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ പാസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്ത് വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് പരാതി നൽകിയത്? പോലീസ് ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ സുബിൻ? ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി വിശ്വ ഹിന്ദു പരിഷത്ത് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പോലീസ് പ്രാരംഭ നടപടികൾ പോലും നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ വിളിപ്പിക്കുകയോ ഇത്തരത്തിലുള്ള പരാമർശം നടത്താനുണ്ടായ സാഹചര്യം എന്തടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരണം തേടേണ്ടതായുണ്ട്. പ്രാഥമികമായ ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറ്റു വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ കട്ടപ്പന ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ ഒരു കേസ് നിലവിൽ എഫ്ഐആർ
പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. സുബിൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ പാസ്റ്ററാണ്, ഒരു സാധാരണ ഒരു വ്യക്തി പോലുമല്ല, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അത്തരത്തിൽ ഒരു പാസ്റ്റർ എന്നല്ല, ആരും തന്നെ പറയാൻ പാടില്ലാത്ത അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു കമന്റ്, ആ കുടുംബത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഇദ്ദേഹം നടത്തുന്നത്? പ്രധാനമായും ഈ കേരളത്തിൽ ക്ഷമിക്കണം, ഇന്ത്യയിലാകെ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്നുള്ള ഒരു കാര്യം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി അവർ സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പ്രസംഗം പറഞ്ഞു വരുന്നതിനിടയിൽ തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടക്കുകയും ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൃത്യമായ നിരവധി ആളുകൾ, അതായത് ഒരു വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇത്തരത്തിൽ ഈ വലിയ ആൾക്കൂട്ടം ഉള്ളപ്പോഴാണ് ഈ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രധാനമായും മന്നത്ത് പത്മനാഭന്റെ ചരിത്രത്തെ ആകെ അവഹേളിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രസ്താവന എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സുബിൻ, ഇത് എപ്പോഴായിരുന്നു ഈ പ്രസംഗം നടന്നത്? സുബിൻ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ അണക്കര ടൗണിൽ 4 മണിയോടുകൂടിയാണ് ഈ ഒരു യോഗം ആരംഭിക്കുന്നത്. 7 മണി വരെ യോഗം നീളുകയും ചെയ്തു. ഈ യോഗത്തിലാണ്, ഈ ഒരു പ്രതിഷേധ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന ഈ പാസ്റ്റർ അനിലിന്റെ ഭാഗത്തു നിന്ന്, അനിൽ കൊടിത്തോട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിരന്തരം ഇത്തരം വിഷയങ്ങളിൽ നിരന്തരം ഹിന്ദു സമൂഹത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്ന ഒരു പാസ്റ്ററാണ് ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ മുമ്പും വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇത് ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ കൃത്യമായ പരാതി ഈ ഒരു വിഷയം ഉണ്ടായതോടുകൂടിയാണ്, അതായത് മന്നത്ത് പത്മനാഭനെ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശം ഉണ്ടായതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ പരാതി ഉയരുന്നത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ സമാനമായ പരിപാടികൾ ഈ ഒരു ഗോപ്സൽ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എരുമേലി, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമാനമായ പരിപാടികൾ ഇവർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശരി സുബിൻ, തുടരുക.